ഹായ് ഗൈസ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. ഇന്നത്തെ ആദ്യത്തെ പ്രൊമോ ആണ്. നല്ല അടിപൊളി പ്രൊമോ ആണ്. ജിഷിനെ നമ്മുടെ വേദലക്ഷ്മി തേച്ചൊട്ടിച്ചിരിക്കുകയാണ്. പ്രൊമോയുടെ തുടക്കത്തിൽ അനീഷ് ഇതുപോലെ കിച്ചൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കിച്ചണിൽ ചപ്പാത്തി വരുത്തിക്കൊണ്ടിരുന്ന ജിഷൻ അനുമോളുടെ അടുത്ത് പറയുകയാണ്, അനീഷിനെ നോക്കിക്കൊണ്ട്, വെറുതെ അല്ല ഇവനെ വിട്ടിട്ട് ആ പെണ്ണ് പോയതെന്ന് പറയാണ്. ഇത് കേട്ട നമ്മുടെ വേദലക്ഷ്മി വന്നിട്ട് പറയാണ്, നിങ്ങൾക്കറിയാത്ത കാര്യത്തിൽ ഇടപെടാൻ നിൽക്കരുത് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ജിഷൻ പറയാണ്, നീ ആരുടെയും പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ലേ എന്ന് നമ്മുടെ വേദലക്ഷ്മിയോട് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വേദലക്ഷ്മി പറയാണ്, ജിഷിന് നിൻ്റെ ഇമേജ് പോയപ്പം നിനക്ക് ചൊറിയുന്നുണ്ടല്ലേ എന്ന് ജിഷിനോട് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ട്രിഗറായി, ജിഷിൻ ആകെ ട്രിഗറായി. അപ്പോഴേക്കും നമ്മുടെ വേദലക്ഷ്മി പറയാണ്, പോയി ചപ്പാത്തി വരുതെന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ജിഷും പറയാണ്, എൻ്റെ അടുത്ത് ഇങ്ങനെ ആജ്ഞാപിക്കരുത്, ഓർഡർ ഇടരുത് എന്ന് കൈ ചൂണ്ടി പറയാണ്. അപ്പം നമ്മുടെ വേദലക്ഷ്മി ഭയങ്കര നല്ല കൂളായിട്ട് പറയാണ്, എന്നാൽ ഒന്ന് വന്ന് ചപ്പാത്തി പരത്താവോ എന്ന് നമ്മുടെ ജിഷിനെ കളിയാക്കി പറഞ്ഞു. അത് ജിഷിന് കൊണ്ടു. ജിഷിൻ ഉടൻ പറയാണ്, നീ ഒരു ഫീമെയിൽ ഷോവനിഷാണ്, പിന്നെ എന്തായിരുന്നു, നീ ഒരു ആൽഫ വുമണാണ് എന്നൊക്കെ ജിഷിൻ വേദലക്ഷ്മിനെ നോക്കി പറയാണ്. അപ്പം നമ്മുടെ വേദലക്ഷ്മി പറയാണ്, ആണെന്ന് പറയാണ്. എന്നിട്ട് വേദലക്ഷ്മി പറയാണ്, ജിഷിനോട് പറയാണ്, നീ ഒരു നാർസിസിസ്റ്റ് ആണെന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ജിഷിൻ, ആണ്, ഞാൻ നാർസിസിസ്റ്റാണ്, ഞാനാണ്, എന്താണ്. അപ്പം നമ്മുടെ വേദലക്ഷ്മി ചോദിക്കുകയാണ്, ഈ നാർസിസിസ്റ്റിൻ്റെ അർത്ഥം വല്ലതും അറിയുമോ എന്ന് ജിഷിനോട് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജിഷിൻ്റെ ഒരു വലിച്ച ഒരു ചിരിയും ഇതും വെച്ചിട്ടുള്ള മുഖം വെച്ചിട്ടുള്ള ഒരു ചിരിയാണ് കാണിക്കുന്നത്. ഇതാണ് പ്രൊമോ. ഒരു രക്ഷയില്ല. വേദലക്ഷ്മി കിടു എന്ന് പറഞ്ഞാൽ കിക്കിടു, തേച്ചൊട്ടിച്ചു, ഭിത്തിയിൽ ഒട്ടിച്ച് കഴിഞ്ഞു ജിഷിന് ഇനി ഒന്നും മിണ്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് എപ്പിസോഡിൽ നോക്കാം.